കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഭൂഗർഭ പ്രവേശന പാതയുടെ നിർമ്മാണത്തിന് തുടക്കമായി. അപകടരഹിതമായി റോഡ് മുറിച്ചു കിടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭൂഗർഭ പ്രവേശന പാത നിർമ്മിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും സന്ദർശകർക്കും ജീവനക്കാർക്കും അപകടരഹിതമായി റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള ഭൂഗർഭ പാതയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി വി.എൻ. വാസവൻ നിർവഹിച്ചു. ദിവസേന ആയിരക്കണക്കിന് രോഗികളാണ് നമ്മുടെ ഒപിയിൽ വരുന്നത്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി റോഡ് മുറിച്ചു കിടക്കുന്ന ഘട്ടത്തിൽ നിരവധി ഘട്ടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായത് നമ്മൾ സാക്ഷികളാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് ഒരു അടിപ്പാത എന്ന ആശയം ഞങ്ങൾ രൂപം കൊടുത്ത് അത് കഴിഞ്ഞ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് അതിനാവശ്യമായ പണം മാറ്റിവെച്ച് AS-ഉം TS-ഉം കിട്ടി വർക്ക് ടെൻഡർ ചെയ്ത് ഇപ്പോ ആ വർക്ക് ഓർഡറായി പാലത്ര കൺസ്ട്രക്ഷൻസ് ആ വർക്ക് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോ ആ തരത്തിൽ വരുന്നതോടുകൂടി ഇനി മേലിൽ രോഗികൾക്ക് ബുദ്ധിമുട്ട് കൂടാതെ ആശുപത്രിയിൽ എത്തിച്ചേരാൻ കഴിയും. ആ നിലയിൽ ഇത് വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്ത് അതിന്റെ എല്ലാ പ്രവൃത്തികളും സമയബന്ധിതമായി ഇപ്പൊ പൂർത്തിയാക്കി ഇവിടെ എത്തിയിട്ടുള്ളത്. ഇതിനു മുമ്പ് തന്നെ മെഡിക്കൽ കോളേജിലേക്ക് വരുന്ന ഗാന്ധിനഗർ മെഡിക്കൽ കോളേജ് റോഡ് ഉൾപ്പെടെ 8 റോഡുകൾ ഈ കാലയളവിൽ ഞങ്ങൾ ഏറ്റെടുത്ത് റീബിൽഡ് കേരളയിൽപ്പെടുത്തിയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ റോഡുകളെല്ലാം മനോഹരമാക്കിയത്. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമെങ്കിലും 3 മാസം കൊണ്ട് തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കരാറുകാരായ പാലത്ര കൺസ്ട്രക്ഷൻസ് അറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി വെളിപ്പെടുത്തി. ആധുനിക രീതിയിൽ പണി കഴിപ്പിക്കുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പുതിയ പ്രവേശന കവാടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. മെഡിക്കൽ കോളേജ് ആശുപത്രി കോമ്പൗണ്ടിനുള്ളിൽ പൊതു ശ്മശാനം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ കോളേജിലേക്കുള്ള 8 റോഡുകൾ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 122 കോടി രൂപ ചെലവിട്ട് നവീകരിച്ചതായും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന യോഗത്തിൽ അർബുകര പഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ജു മനോജ് അധ്യക്ഷയായിരുന്നു. തോമസ് ചാഴികാടൻ MP മുഖ്യപ്രഭാഷണം നടത്തി. ഉൽപാദന മേഖലയിൽ ഏറെ പിന്നിൽ നിൽക്കുന്ന കേരളം ലോകോത്തര മാതൃകയിൽ സാമൂഹ്യനീതി കൈവരിച്ചു എന്നത് ശ്രദ്ധേയമായ കാര്യമാണെന്ന് CPIM കോട്ടയം ജില്ലാ സെക്രട്ടറി A.V. റസൽ. 1957 EMS സർക്കാർ എടുത്ത ശക്തമായ തീരുമാനങ്ങൾ സംസ്ഥാനത്തിന്റെ സാമൂഹ്യ മുന്നേറ്റത്തിന് കാരണമായെന്നും റസൽ പറഞ്ഞു. ഉൽപാദന മേഖലയിൽ കേരളം വളരെ പിന്നിലായിട്ടും സാമൂഹ്യ നീതിയിൽ മഹത്തായ മാതൃക സൃഷ്ടിച്ചതാണ് പ്രസിദ്ധമായ കേരള മോഡലെന്നും A.V. റസൽ വ്യക്തമാക്കി. കുറിച്ചി പഞ്ചായത്തിൽ ചാലച്ചിറ കരിക്കണ്ടം പാടശേഖരത്തിലെ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്പത്തുൽപാദന മേഖലയിൽ കേരളം വളരെ പിന്നിലാണ്. അത് കൃഷിയിലാണെങ്കിലും വ്യവസായത്തിലാണെങ്കിലും സേവന തുറകളിലും എല്ലാം നാം ഏറെ പിന്നിലാണ്. അങ്ങനെ സമ്പത്ത് ഉൽപാദന മേഖലയിൽ പിന്നിലായ ഒരു സമൂഹം ലോകോത്തര മാതൃകയിൽ സാമൂഹ്യ നീതി കൈവരിച്ചു എന്നതാണ് കേരളത്തിന്റെ പ്രത്യേകത. അതാണ് കേരള മോഡൽ എന്നറിയപ്പെടുന്നത്. ലോകത്ത് സാമ്പത്തിക വിദഗ്ധന്മാരും അതുപോലെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഗവേഷണങ്ങൾ നടത്തുന്നവരുമെല്ലാം ഉൽപാദനമില്ലാത്ത പിന്നിലായ ഒരു സമൂഹം ഈ സാമൂഹ്യ നീതിയുടെ മഹത്തായ മാതൃക എങ്ങനെ കൈവരിച്ചു എന്നതാണ്. നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഭൂമിയുടെ പുനർവിതരണമായിരുന്നു. ഭൂമി ഇല്ലാത്തവരിലേക്ക് ഭൂമി എത്തിക്കുകയായിരുന്നു ഭൂപരിഷ്കരണം. വിദ്യാഭ്യാസ രംഗത്തുണ്ടായ വ്യാപനം വിദ്യ നേടുവാൻ അവകാശമില്ലാതിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളിലേക്ക് വിദ്യാഭ്യാസം കൊണ്ടുവന്ന് എത്തിച്ചു. കഴിഞ്ഞ 30 വർഷക്കാലത്തിലേറെയായി തരിശായി കിടന്നിരുന്ന 36 ഏക്കർ വരുന്ന ചാലച്ചിറ കരിക്കണ്ടം പാടശേഖരത്തിൽ 100 മേനിയാണ് ഇക്കുറി വിളയിച്ചിരിക്കുന്നത്. കുറിച്ചി ഗ്രാമപഞ്ചായത്ത് 2021-22 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4,50,000 രൂപ ഉപയോഗപ്പെടുത്തി പാടം കൃഷിയോഗ്യമാക്കുകയായിരുന്നു. തുടർച്ചയായ 2 വർഷം കൃഷി ഇറക്കിയെങ്കിലും പ്രകൃതിക്ഷോഭത്തിൽ കൃഷി വിജയമായില്ല. ഈ വർഷം കൃഷി ഓഫീസർ ഡോക്ടർ ദീപ S-ന്റെ നിർദ്ദേശപ്രകാരം ചാലച്ചിറ സ്വദേശി തന്നെയായ അരുൺ മോഹൻ എന്ന യുവ കർഷകൻ പാടശേഖര സമിതിയിൽ നിന്ന് അടുത്ത 5 വർഷത്തേക്ക് നെൽകൃഷി പാട്ടക്കരാർ ഏൽക്കുകയും കഠിനാധ്വാനത്തിലൂടെ കൃഷി വിജയത്തിലെത്തിക്കുകയുമായിരുന്നു. കൃഷിക്കാവശ്യമായ പെട്ടിയും പറയും മോട്ടോറും പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയിരുന്നു. മികച്ച ഉൽപാദനശേഷിയുള്ള മനുരത്ന ഇനത്തിൽപ്പെട്ട നെല്ലാണ് വിതച്ചത്. കാലാവസ്ഥ അനുകൂലമായതിനാൽ 100 മേനി വിളവാണ് ലഭിച്ചിരിക്കുന്നതെന്ന് കർഷകൻ അഭിപ്രായപ്പെട്ടു. ഉദ്ഘാടന യോഗത്തിൽ കുറിച്ചി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജാത സുശീലൻ അധ്യക്ഷയായിരുന്നു. പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, കർഷക സംഘം കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രീത കുമാരി,
പഞ്ചായത്ത് അംഗങ്ങളായ ബിജു എസ് മേനോൻ, അനീഷ് തോമസ്, വാർഡ് മെമ്പർ സ്മിത ബൈജു തുടങ്ങിയവർ സംസാരിച്ചു. എടത്വ സെന്റ് ജോർജ് ഫൊറോന പള്ളി പെരുന്നാളിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. കൊടിക്കുന്നിൽ സുരേഷ് എം പി, തോമസ് കെ തോമസ് MLA എന്നിവരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസമായിരുന്നു അവലോകന യോഗം. വിവിധ വകുപ്പുകളിൽ നിന്നായി 300-ലേറെ പേർ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഏപ്രിൽ 27-ന് കൊടിയേറി മെയ് 14-ന് 8-ാമിടത്തോടെ സമാപിക്കുന്ന പെരുന്നാളിനു വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളാണ് യോഗത്തിൽ ചർച്ച ചെയ്തത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അവലോകന യോഗം ഇക്കുറി നേരത്തെ നടത്താൻ തീരുമാനിച്ചത്. തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പു നൽകുന്നതിനു വേണ്ടതെല്ലാം ചെയ്യുമെന്ന് വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ചെത്തിയ ഉദ്യോഗസ്ഥർ കളക്ടർക്ക് ഉറപ്പു നൽകി. എടത്വ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കണമെന്നും പെരുന്നാളിന് പ്രാദേശിക അവധി നൽകണമെന്നും പള്ളി അധികൃതർ ആവശ്യപ്പെട്ടു. പെരുന്നാളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ സർക്കാരിനെ ധരിപ്പിക്കുമെന്ന് തോമസ് കെ തോമസ് MLA അറിയിച്ചു. ക്രമസമാധാന പാലനത്തിന് വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള പോലീസുകാരെ നിയമിക്കുമെന്ന് എടത്വ CI ഉറപ്പു നൽകി. 300ഓളം വാളണ്ടിയേഴ്സിന്റെ സേവനം സജ്ജമാക്കുമെന്ന് പള്ളി അധികൃതരും അറിയിച്ചു. ജലഗതാഗത വകുപ്പ് നിലവിലുള്ള സർവീസിനു പുറമെ 2 ബോട്ടുകൾ അധിക സർവീസ് നടത്തുമെന്നും തിരുനാൾ ദിനത്തിൽ 24 മണിക്കൂറും സേവനം സജ്ജമാക്കുമെന്നും എടത്വ സ്റ്റേഷൻ ഓഫീസർ അറിയിച്ചു. പള്ളി പരിസരങ്ങളിലും വിവിധ കേന്ദ്രങ്ങളിലും പ്രത്യേകമായി പൊതുടാപ്പുകൾ സ്ഥാപിച്ച് കുടിവെള്ള വിതരണം നടത്തുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് വാഹനവും ബോട്ടും ഏർപ്പെടുത്തുമെന്ന് തകഴി ഫയർഫോഴ്സ് അധികൃതരും സ്പെഷ്യൽ സർവീസ് നടത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് KSRTC ഉദ്യോഗസ്ഥരും പെരുന്നാൾ ദിവസങ്ങളിൽ വൈദ്യുതി വിതരണം തടസ്സം കൂടാതെ നടത്തുമെന്ന് KSEB ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകി. മിന്നൽ പരിശോധന നടത്തുമെന്ന് താലൂക്ക് സപ്ലൈ ലീഗൽ മെട്രോളജി വകുപ്പ് അധികൃതരും പോലീസുമായി സഹകരിച്ച് ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുമെന്ന് എക്സൈസ് വകുപ്പും അറിയിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗം കൊടിക്കുന്നിൽ സുരേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള നിരവധിയായ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സഹകരണം നമുക്ക് ആവശ്യമാണ്. അതിന് കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെയൊക്കെ കലവറയില്ലാത്ത സഹായം നമ്മുടെ തിരുനാൾ ആഘോഷത്തിലുണ്ടായി. തോമസ് കെ തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. പള്ളി വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ ആമുഖ പ്രഭാഷണവും ജനറൽ കൺവീനർ ബിനോയ് മാത്യു ഉക്കപ്പാടിൽ വിഷയാവതരണവും നിർവഹിച്ചു. തഹസിൽദാർ PV ജയേഷ്, എടത്വ CI മിഥുൻ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു, ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി, എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി ചങ്ങനാശ്ശേരി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നവരാഷ്ട്രീയ സന്ദേശയാത്ര ആരംഭിച്ചു. നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച് മാർച്ച് 14-ന് ചങ്ങനാശ്ശേരി കവലയിൽ പൊതുസമ്മേളനത്തോടെ യാത്ര സമാപിക്കും. ശനിയാഴ്ച രാവിലെ 9:30-ന് തൃക്കുടിത്താനം കുന്നുംപുറം ജംഗ്ഷനിൽ നിന്നുമാണ് യാത്ര ആരംഭിച്ചത്. പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റും ജാഥ ക്യാപ്റ്റനുമായ പ്രിൻസ് മാമ്മൂട്ടിലിന് പതാക കൈമാറി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ജോയി ആനിത്തോട്ടം യാത്ര ഉദ്ഘാടനം ചെയ്തു. അഴിമതിക്കാരുടെ സ്ഥാനം ജയിലിലാണ്. അഴിമതി എന്നാണ് അഴിമതിയുടെ അർത്ഥം തന്നെ. അഴിമതി, ജയിലിന്റെ അഴികൾ മതി അവർക്ക്, അത് തന്നെ നൽകും. ഉറപ്പായും അവർക്ക് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നാൽ അഴിമതിക്കാർക്ക് ജയിലിൽ തന്നെ നൽകും. പക്ഷേ ഒരു ചോദ്യം ആം ആദ്മി പാർട്ടിക്കാരന്റെ കണ്ണിൽ നോക്കിക്കൊണ്ട് നിങ്ങൾ തിരിച്ചു ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങളുടെ മനീഷ് സിസോദിയ മുതലായ 4 പേരെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നു? ചോദ്യം വളരെ പ്രസക്തമാണ്. ആം ആദ്മി പാർട്ടിയുടെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് എല്ലാ പാവപ്പെട്ടവനും കിട്ടുന്ന ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്ന സ്ഥാപനമായ വിദ്യാലയങ്ങൾ പണിതു എന്നുള്ളതിന്റെ പേരിൽ ജയിലിലിട്ടിരിക്കുന്ന ആളുകളുണ്ട് ഡൽഹിയിൽ. ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സേവകരായിരുന്നു, മന്ത്രിയായിരുന്നു. മദ്യനയത്തിന്റെ പേരിൽ ജയിലിലിട്ടിരിക്കുന്ന ആളുകളുണ്ട്. അഴിമതി എന്ന് പറയുമ്പോൾ മോദിജി അഴി അവർക്ക് കൊടുത്തതല്ലേ, അത് പോരെ എന്നൊരു ചോദ്യം ചോദിക്കും. യോഗത്തിൽ തൃക്കുടിത്താനം മണ്ഡലം പ്രസിഡന്റ് ജോസഫ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ സാജു കണ്ണന്തറ, പ്രൊഫസർ KM തോമസ് മാറാട്ടുകളം, ശശികുമാർ പാലക്കളം തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കുടിത്താനം, പായിപ്പാട്, മാടപ്പള്ളി പഞ്ചായത്തുകളിൽ പര്യടനം പൂർത്തിയാക്കി ആദ്യ ദിവസത്തെ യാത്ര കുരിശുംമൂട്ടിൽ സമാപിച്ചു. ലോക വനിതാ ദിനത്തിൽ വേറിട്ട പരിപാടികൾ ഒരുക്കി സംഘടനകളും വായനശാലകളും. ദീപം തെളിയിച്ചും മുതിർന്ന വനിതകളെ ആദരിച്ചുമാണ് വെളിയനാട് പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ ദിനം ആചരിച്ചത്.
വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി വെളിയനാട് സ്വതന്ത്ര ജംഗ്ഷനിൽ വനിതകൾ വെള്ളിയാഴ്ച വൈകിട്ട് മെഴുകുതിരി ദീപം തെളിയിച്ചു. CDS മെമ്പർ പ്രഭാദേവി, സതിയമ്മ, മിനി, ഗാനമണി, നിമ്മി, ബിന്ദു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 12ാം വാർഡ് കോട്ടപ്പറമ്പിൽ വീട്ടിൽ കമലാക്ഷിയമ്മയെ കുടുംബശ്രീ പ്രവർത്തകർ ആദരിച്ചു. തലവടി SDVS ഗ്രന്ഥശാലയിൽ നടന്ന വനിതാ ദിനാഘോഷവും അനുമോദന സമ്മേളനവും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിനു ഐസക് രാജു ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ സംസ്കാരം അറിയണമെങ്കിൽ അവിടുത്തെ വായനശാല എപ്പോഴാണ് ആരംഭിച്ചത് എന്നുള്ളത് നമുക്ക് അറിയുമ്പോൾ തന്നെ അറിയാം. ആ നാടിന്റെ സംസ്കാരം, ആ ഗ്രാമപ്രദേശത്തിന്റെ സംസ്കാരം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ മാണത്താനെ സംബന്ധിച്ചോളം ഇതിന്റെ സംസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ ഈ SDV ഗ്രന്ഥശാലയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ പ്രബുദ്ധരായ നാട്ടിലെ എല്ലാവരും, പ്രത്യേകിച്ച് അപ്പുസാർ ഉൾപ്പെടുന്ന ഈ സമൂഹം തീർച്ചയായിട്ടും ഇതിലൂടെ ധാരാളം നേട്ടങ്ങൾ കൊയ്യുവാനായി സാധിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഡോക്ടർ സൗമ്യ എന്നൊരു പെൺകുട്ടിയെ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് സഹായിച്ചത് എന്നുള്ളൊരു സംശയമില്ല. പഠിക്കണമെന്നും വളരണമെന്നുള്ള ഒരു ആശയം ഒരുപക്ഷെ ഈ സമൂഹത്തിൽ നിന്ന് കിട്ടിയതും ഈ വായനശാലയിൽ കൂടിയായിരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഗ്രന്ഥശാല പ്രസിഡന്റ് B. രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. അനുമോദനവും മുഖ്യപ്രഭാഷണവും തലവടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B. നായർ നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം കലാമധു വനിതാ ദിന സന്ദേശം നൽകി. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്, PV. രവീന്ദ്രനാഥ്, ഗിരിജ വേണുഗോപാൽ, മനോജ് കലവറശ്ശേരി ഇല്ലം, ബിന്ദു പുല്ലാന്ത്ര, ലതാ സുരേഷ്, സനൽ ചെറുകര എന്നിവർ സംസാരിച്ചു. ഡോക്ടറേറ്റ് നേടിയ സൗമ്യ പ്രേംകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. വനിതാ ദിനത്തിൽ വനിതകൾക്ക് എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് സൗജന്യ ബസ് യാത്ര ഒരുക്കി. ചെങ്ങന്നൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ M. ശ്യാംകുമാർ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ചെങ്ങന്നൂർ പിങ്ക് പോലീസ് ASI ദീപ ആദ്യ സൗജന്യ ടിക്കറ്റ് യാത്രക്കാർക്ക് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പ് അഡ്മിന്മാരായ ആൽബിൻ P. മുരളി, ശ്രീപ്രിയ വിജയൻ, സജിത നമീസ്, ഷെലിൽ ഷെരീഫ്, അഭിജിത്ത് വിനായക്, പ്രസിഡന്റ് ജോൺസൺ ഫ്രെയിംസ്, ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ടിക്കറ്റിന് പൈസ വേണ്ടെന്ന് കണ്ടക്ടർ പറഞ്ഞപ്പോഴാണ് പല സ്ത്രീകളും വനിതാ ദിനമാണെന്ന് പോലും ഓർമ്മിച്ചത്. ബസ്സിൽ കയറിയവർക്കെല്ലാം പുതിയൊരു അനുഭവമായിരുന്നു എൻ്റെ ചെങ്ങന്നൂർ ഗ്രൂപ്പിന്റെ വനിതാ ദിന പരിപാടി. കൃഷ്ണപുരം വെളിയനാട് പാലത്തിന്റെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കുവാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യമുയരുന്നു. ആവശ്യമുന്നയിച്ച് വടക്കൻ വെളിയനാട് പൗരസമിതിയും പാലം സമ്പാദക സമിതി അംഗങ്ങളും ജില്ലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. കിടങ്ങറ കാവാലം റോഡ് അവസാനിക്കുന്ന കാവാലം പഞ്ചായത്ത് 9ാം വാർഡാണ് നിർദ്ദിഷ്ട പാലത്തിന്റെ ഒരു വശം. മറുകരയിലുള്ള കൃഷ്ണപുരമാകട്ടെ നീലമ്പേരൂർ പഞ്ചായത്തിന്റെ 9ാം വാർഡിലുമാണ്. ഇവിടെ 100ഓളം മീറ്റർ വീതിയുള്ള മണിമലയാറിൻ്റെ ഇരു കരകളെയും ബന്ധിപ്പിക്കുന്ന പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഡോക്ടർ TM തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന കാലത്ത് പാലത്തിനായി 20 കോടി രൂപ അനുവദിച്ചതുമാണ്. മണ്ണു പരിശോധന ഉൾപ്പെടെയുള്ള പ്രാരംഭ നടപടികളും കഴിഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് വർക്കുകളൊന്നും നടന്നില്ല. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ പാലത്തിൻ്റെ ഡിസൈനിങ്ങും പൂർത്തീകരിച്ചിട്ടുണ്ട്. കാവാലം പഞ്ചായത്തിൻ്റെ 2 വാർഡുകൾ മണിമലയാറിൻ്റെ പടിഞ്ഞാറക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 9ഉം 10ഉം വാർഡുകൾ. അതിനപ്പുറം വെളിയനാട് പഞ്ചായത്താണ്, പിന്നെ പുളിങ്കുന്ന് പഞ്ചായത്താണ്. ഇവിടെയുള്ള ജനങ്ങളൊക്കെ ആശ്രയിക്കുന്നത്, മറുകരയിലെത്താനായിട്ട് ആശ്രയിക്കുന്നത് ഈ കടത്തുവള്ളത്തെയാണ് വർഷങ്ങളായിട്ട്. അക്കരെ നീലമ്പേരി പഞ്ചായത്താണ്. ഈ 2 പഞ്ചായത്തിനും ഇടയിൽ ഞങ്ങൾക്ക് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പാലം വേണമെന്നുള്ള ആവശ്യം വർഷങ്ങളായിട്ട് ഈ പ്രദേശവാസികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അത് 1ാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് തോമസ് ഐസക് ധനമന്ത്രിയായിരുന്ന ആ കാലത്ത് ഈ പാലത്തിന് വേണ്ടിയിട്ട് 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മണ്ണ് പരിശോധനയും മറ്റു കാര്യങ്ങളും നടന്നു. ഇപ്പോൾ ഈ പാലത്തിനായിട്ട് അതിൻ്റെ ഡിസൈനിങ്ങും പൂർത്തിയാക്കി വന്നിരിക്കുകയാണ്. ഇനി തുടർ നടപടികൾ അടിയന്തരമായിട്ട് പൂർത്തിയാക്കി ഈ പാലം പണി യാഥാർത്ഥ്യമാക്കണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. വെളിയനാട് കൃഷ്ണപുരം പാലം യാഥാർത്ഥ്യമാകുമ്പോൾ നിരവധി ആൾക്കാർക്കാണ് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുന്നത്. പുളിങ്കുന്ന്, വെളിയനാട്, കാവാലം പഞ്ചായത്ത് നിവാസികൾക്ക് വിവിധ ഓഫീസുകളിലേക്കും കോട്ടയത്തേക്കും പോകുവാനുള്ള എളുപ്പമാർഗമായി ഇത് മാറും. ഈ പ്രാധാന്യം കണക്കിലെടുത്ത് പാലം നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇതിനായി പാലം സമ്പാദക സമിതി അംഗങ്ങൾ പൊതുമരാമത്ത് പാലം വിഭാഗം ജില്ലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്.
ഈ പാലം ഇവിടെ വന്നു കഴിഞ്ഞാൽ നൂറുകണക്കിന് ആളുകൾക്ക് പ്രയോജനപ്പെടും. കാര്യം കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിന് ഇപ്പം ബോട്ട് കയറിയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. NSS സ്കൂള്, അതുപോലെ UPS സ്കൂള്, അങ്ങനെ നിരവധി ചങ്ങനാശ്ശേരി കോളേജിൽ പോകുന്നതിന്, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിരവധി ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു പാലമാണ് ഇവിടെ വന്നത്. അതിനു വേണ്ടിയിട്ട് ഇപ്പം തുക അനുവദിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ പാലം പണി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പാലം സമ്പാദക സമിതിയും പൗരസമിതിയും കൂടെ കൂടിക്കൊണ്ട് ഈ അടുത്ത ദിവസം സൂപ്രണ്ടിനെ പോയി കാണുകയും വടക്കൻ വെളിയനാട് പൗരസമിതി അംഗങ്ങളായ രമേശൻ പാണ്ടിശ്ശേരി, നന്ദനൻ വലിയപറമ്പ്, പ്രസന്നൻ മാടകശ്ശേരി, പോൾ കുര്യൻ വെള്ളോപ്പള്ളി, KP പ്രകാശ് കളരിക്കൽ എന്നിവരടങ്ങിയ സംഘമാണ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത്. ജൈവ കൃഷിയിൽ വിജയഗാഥ രചിക്കുകയാണ് മാന്നാർ കുട്ടമ്പേരൂർ തട്ടാരുപറമ്പിൽ സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും. അധ്വാനിക്കാനുള്ള മനസ്സും അല്പം ക്ഷമയും ഉണ്ടെങ്കിൽ ആർക്കും കൃഷിയിൽ വിജയം കൈവരിക്കാം എന്ന് കാട്ടിത്തരികയാണ് ഈ ദമ്പതികൾ. ജൈവ പയർ കൃഷിയിൽ 100 മേനി വിളവെടുത്ത സന്തോഷത്തിലാണ് ഇവർ. മാന്നാർ ആലുമൂട് ജംഗ്ഷന് കിഴക്ക് 1 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്താണ് സുബ്രഹ്മണ്യനും ഭാര്യ രശ്മിയും പയർ കൃഷി നടത്തുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് ഇവർ നടത്തിയ ജൈവ വെണ്ട കൃഷിയിലും 100 മേനിയായിരുന്നു വിളവ്. ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനിയിൽ നിന്നും വാങ്ങിയ വിത്തുകൾ പാകി കിളിർപ്പിച്ച് ചിട്ടയായി വളർത്തിയെടുത്തു. ദിവസവും രാവിലെയും വൈകിട്ടും കൃഷിസ്ഥലത്തുണ്ടാവും ഈ കർഷകൻ. ഗോമൂത്രവും ചാണകവുമാണ് വളമായി ഉപയോഗിക്കുന്നത്. മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾ കൃഷിക്ക് സഹായകരമായെന്നും കൂടുതൽ ഇനങ്ങൾ കൃഷി ചെയ്യുന്നതിന് വേണ്ട സഹായങ്ങൾ അദ്ദേഹം വാഗ്ദാനം ചെയ്തെന്നും സുബ്രഹ്മണ്യൻ പറഞ്ഞു. പിന്നെ വെണ്ടയായിരുന്നു നമുക്ക് ആദ്യം, അത് കഴിഞ്ഞ് പയർ, ഇനിയിപ്പോൾ വെള്ളരി വരുന്നു, വെള്ളരി ഇട്ടിട്ടുണ്ട്, കുക്കുംബർ, ചീര ആയി വരുന്നു, പിന്നെ തക്കാളി, വഴുതന, ഇതെല്ലാം ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ പയർ തീരുന്നതനുസരിച്ച് മറ്റുള്ള കൃഷിയൊക്കെ വന്നുകൊണ്ടിരിക്കും. പരേതരായ കൊച്ചുകൃഷ്ണന്റെയും കമലമ്മയുടെയും ഏകമകനായ സുബ്രഹ്മണ്യന് പിതാവിൽ നിന്നും പകർന്നു കിട്ടിയതാണ് കൃഷിയോടുള്ള സ്നേഹം. പീരുമേട് അയ്യപ്പ കോളേജിൽ BSc ജിയോളജിയിൽ 1ാം വർഷ വിദ്യാർത്ഥിനിയായ കാർത്തികയും കുട്ടമ്പേരൂർ കുന്നത്തൂർ UP സ്കൂൾ UKG വിദ്യാർത്ഥി ദേവദർശുമാണ് ഈ ദമ്പതികളുടെ മക്കൾ. ചീര, പടവലം തുടങ്ങിയവ കൂടി കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇവർ. പയർ കൃഷിയുടെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TV രത്നകുമാരി നിർവഹിച്ചു. ഇത് ശ്രീ സുബ്രഹ്മണ്യ അവരുടെ വളരെ നല്ലൊരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്. ഇന്ന് നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് ഇവിടെ നടത്തിയത്. തുടക്കം തന്നെ വളരെ ഗംഭീരമാണ്. ഇത്രയും സ്ഥലത്ത് നല്ല രീതിയിലാണ് പച്ചക്കറി കൃഷി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിനുവേണ്ടി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. മാന്നാർ ഗ്രാമപഞ്ചായത്തിൻ്റെ തന്നെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു പ്ലോട്ടാണിത്. ഈ പ്ലോട്ടിൽ നേരത്തെ നമ്മുടെ കുടുംബശ്രീ 16ാം വാർഡിൻ്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർ കൃഷി ചെയ്തിട്ടുണ്ട്, തൊഴിലുറപ്പ് സഹോദരിമാർ. അത് നല്ല രീതിയിലുള്ള വിളവെടുപ്പ് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലോട്ട് എന്തുകൊണ്ട് കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. നൂതന കൃഷിയിൽ പരമ്പരാഗത ജൈവ കൃഷിയും കൂടി സംയോജിപ്പിച്ചാണ് കൃഷി നടപ്പാക്കുന്നത്. ജീവാമൃതം, പഞ്ചഗവ്യം എന്നിവ ജലസേചന പൈപ്പിലൂടെയാണ് ഓരോ ചെടികൾക്കും നൽകുന്നത്. ഈ കൃഷി മാന്നാർ പഞ്ചായത്തിൽ വ്യാപകമാക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് മാന്നാർ കൃഷി ഓഫീസർ PC ഹരികുമാർ പറഞ്ഞു. നമ്മുടെ പരമ്പരാഗത കൃഷി ഒരു ജൈവ കൃഷിക്കാരനാണ് സുബ്രഹ്മണ്യൻ. അപ്പോൾ ജൈവ കൃഷിയും നൂതന കൃഷിയോട് എങ്ങനെ ക്ലബ് ചെയ്തുകൊണ്ട് വളരെ വിജയപ്രദമായിട്ട് വിളവുണ്ടാക്കാമെന്നുള്ളൊരു പരീക്ഷണശാല പോലെയാണ് ഇപ്പോൾ നടത്തുന്നത്. അതായത് ഈ ഫെർട്ടിഗേഷനിലൂടെ തന്നെ നമ്മുടെ ജൈവ ത്വരകങ്ങളായ ജീവാമൃതം, പഞ്ചഗവ്യം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഫിൽട്ടർ ചെയ്ത് ഈ ഫെർട്ടിഗേഷൻ ട്യൂബിനകത്തൂടെ കടത്തിവിടുകയും അതിലൂടെ ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൃഷിസ്ഥലമാണ് ഇത്. അപ്പോൾ ഇതിന് എല്ലാവിധ പിന്തുണയും കൃഷി വകുപ്പിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, സാങ്കേതിക സഹായങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ VR ശിവപ്രസാദ്, പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തോമസ് ചാക്കോ, സുഭാഷ് കൃഷ്ണ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തലവടി ആനപ്രമ്പാൽ ദേവസ്വം UP സ്കൂൾ വാർഷികവും എൻഡോമെന്റ് വിതരണവും കഴിഞ്ഞ ദിവസം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗായത്രി B നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലഘട്ടത്തിലെ കുഞ്ഞുങ്ങൾ യാതൊരു മടിയും കൂടാതെ അവർക്കുണ്ടാകുന്ന സംശയങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാൻ വളരെ ധൈര്യം കാണിക്കുന്ന കുട്ടികളാണ്. പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മനസ്സിൽ തന്നെ വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായി അതേപോലെ ചോദിക്കാനും അതെന്താണെന്ന് മനസ്സിലാക്കാനും ഉള്ള ഒരു തന്റെ ഇടം കുട്ടികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ തയ്യാറെടുപ്പോടുകൂടി മാത്രമേ നമുക്ക് സ്കൂളിൽ ഓരോ ദിനവും അധ്യാപകരെ
മാത്രമല്ല അധ്യാപകർ ഓരോ ദിവസവും അവരവരുടേതായ വിഷയങ്ങൾ കുറച്ചുകൂടി മെച്ചപ്പെടുകയാണ്. അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥിയെ പോലെ തന്നെ ആണ് അവരുടെയും പ്രവൃത്തി ദിനങ്ങളെല്ലാം തന്നെ. അങ്ങനെ 30 വർഷക്കാലം സേവനമനുഷ്ഠിച്ചതിന് ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഒരു അധ്യാപികയാണ് പ്രിയപ്പെട്ട ഗീത ടീച്ചർ. സ്കൂൾ മാനേജർ കെ ജയകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AEO കെ സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരദ്, ഗ്രാമപഞ്ചായത്ത് അംഗം ബിനു സുരേഷ്, പ്രഥമാധ്യാപിക വിജയലേഖ, CA സന്തോഷ് കുമാർ, ഗീതാകുമാരി, രേഖ S, രശ്മി P നായർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ അരുൺകുമാർ, ബിന്ദു ജയകുമാർ, സേതുലക്ഷ്മി എന്നിവർക്ക് ആദരവ് നൽകി. 35 വർഷത്തെ സേവനത്തിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന S ഗീതാകുമാരിക്ക് യാത്രയയപ്പും നൽകി. ചങ്ങനാശ്ശേരി വാഴപ്പള്ളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടികയറി. ശനിയാഴ്ച രാവിലെ 11:30-നും 12-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു തൃക്കൊടിയേറ്റ്. രാവിലെ 5:30-ന് അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. ശിവപുരാണ പാരായണം, ശ്രീബലി എന്നിവയ്ക്ക് ശേഷം 8:30 മുതൽ 17ാമത് ശ്രീ മഹാദേവ സംഗീതോത്സവം, പഞ്ചരത്ന കീർത്തനാലാപനം മൃദംഗ വിദ്വാൻ വാഴപ്പള്ളി TS സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ചു. ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ S സുജാത ഭദ്രദീപം തെളിയിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറമ്പൂരില്ലത്ത് ത്രിവിക്രമൻ നാരായണ ഭട്ടതിരിപ്പാട് മഹാദേവന്റെ നടയിലും പറമ്പൂരില്ലത്ത് രഞ്ജിത്ത് ഭട്ടതിരി മഹാഗണപതി നടയിലും കൊടികയറ്റി. കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ നടത്തിയ ശിവരാത്രി മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നിരവധി ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത്. ഉത്സവം ഈ മാസം 18-ന് തിരുആറാട്ടോടെ സമാപിക്കും. മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ മഹാശിവരാത്രി മഹോത്സവത്തിന് സമാപനം കുറിച്ച് തൃക്കുരുട്ടി മഹാദേവ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ വർണ്ണാഭമായ ശിവരാത്രി എതിരേൽപ്പ് നടന്നു. കടപ്ര ജയന്തപുരം കൈനിക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച എതിരേൽപ്പ് ചെങ്ങന്നൂർ DYSP KN രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ഓണാട്ടുകാരുടെ ഭാഗമാണ് മാന്നാറ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഉത്സവങ്ങൾ കണ്ടിട്ടുണ്ട്. വളരെ പ്രത്യേകതയുള്ള ഉത്സവങ്ങളാണ് ഈ ദേശത്ത് നടക്കുന്നത്. എൻ്റെ നാട് വൈക്കത്താണ്. ഞാൻ ആലപ്പുഴയുടെ ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ താലൂക്കുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഉത്സവങ്ങളാണ്. പുളിക്കീട് പോലീസ് ഇൻസ്പെക്ടർ S സജികുമാർ, മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ B രാജേന്ദ്രൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കെട്ടുകാഴ്ച, ഉത്സവ ഫ്ലോട്ടുകൾ, വിവിധ കലാരൂപങ്ങൾ, കാവടികൾ, വാദ്യമേളങ്ങൾ, തെയ്യം, തൃശൂർ പൂക്കാവടി, കൊട്ടക്കാവടി, മലബാർ തെയ്യം എന്നിവയോടുകൂടിയാണ് എതിരേൽപ്പ് ആരംഭിച്ചത്. തുടർന്ന് എതിരേൽപ്പ് മഹോത്സവ ഘോഷയാത്രയ്ക്ക് മാന്നാർ പുത്തൻപള്ളി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി മസ്ജിദിനു മുന്നിൽ സ്വീകരണം നൽകി. പുത്തൻപള്ളി ജുമാ മസ്ജിദ് കവാടത്തിൽ ജമാഅത്ത് കൗൺസിൽ ചെയർമാൻ ഹാജി ഇക്ബാൽ കുഞ്ഞ്, ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഷീദ് പടിപ്പുരയ്ക്കൽ, സെക്രട്ടറി NJ നവാസ്, ജോയിന്റ് സെക്രട്ടറി കരീം കുഞ്ഞ് കടവിൽ, ട്രഷറർ സലാം കുന്നേൽ, റഹീം ചാപ്രായിൽ, മുൻ പ്രസിഡന്റ് NA സുബൈർ എന്നിവർ ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ ഹരികുമാർ ശിവം, അനിൽ നായർ ഉത്രാടം, അനുകുമാർ, അനീഷ് രാമകൃഷ്ണൻ, കലാധരൻ കൈലാസം, രാഹുൽ സദാശിവൻ, ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ H വൈശാഖ് തുടങ്ങിയവരെയാണ് ബൊക്കെ നൽകിയും ഷാളണിയിച്ചും സ്വീകരിച്ചത്. വർഷങ്ങളായി ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പിന് സ്വീകരണം നൽകി വരുന്നുണ്ട്. ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നബിദിന റാലിക്കും വർഷം തോറും തൃക്കുരട്ടി പടിഞ്ഞാറേനടയിൽ സ്വീകരണം നൽകാറുണ്ട്. ക്ഷേത്ര ഉപദേശക സമിതിയുടെ ആഭിമുഖ്യത്തിലുള്ള വാദ്യമേളങ്ങൾ, ജീവത, മെഴുവട്ടക്കുട, ഭസ്മക്കാവടി ഇവയുമായി ചേർന്നാണ് മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രത്തിൽ എതിരേൽപ്പ് ഘോഷയാത്ര സമാപിച്ചത്.
വേനൽ ചൂടിൽ മാന്നാർ തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി എതിരേൽപ്പിന് എത്തിയ ഭക്തർക്ക് ആശ്വാസമായി മുസ്ലിം ലീഗിന്റെ ശീതളപാനീയ വിതരണം. മാർക്കറ്റ് ജംഗ്ഷനിൽ മുസ്ലിം ലീഗ് മാന്നാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ദാഹജല വിതരണം നടന്നത്. ശിവരാത്രിയോടനുബന്ധിച്ച് നടക്കുന്ന എതിരേൽപ്പിൽ പങ്കെടുക്കുവാനും കാണുവാനും ആയിരങ്ങളാണ് എത്തിയത്. വേനൽ ചൂടിൽ വലഞ്ഞ ഇവർക്ക് ആശ്വാസമായാണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ദാഹജല വിതരണം നടന്നത്. നേതാക്കളായ KA സലാം, ഷൈന നവാസ്, ഷാജി കുരട്ടിക്കാട്, NA സുബൈർ, KA ലത്തീഫ്, ഹാഷിം കാട്ടിൽ, ഹാരിസ് മാന്നാർ, ഹക്കീം മാന്നാർ, മുജീബ് കുന്നേൽ എന്നിവർ ദാഹജല വിതരണത്തിന് നേതൃത്വം നൽകി. മാന്നാറിൻ്റെ മതസൗഹാർദ്ദത്തിന് വേണ്ടി എക്കാലവും നിലകൊള്ളുന്ന തൃക്കുരുട്ടി മഹാദേവ ക്ഷേത്രവും അതുപോലെ തന്നെ മാന്നാർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും പരമ്പര സെമിനാരി ഒക്കെ സംയുക്തമായി വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിലാണ് ഈ ശിവരാത്രിയിൽ ദേശീയ ഉത്സവം എന്ന നിലയിൽ ഈ ശിവരാത്രിയിൽ അതുപോലെ തന്നെ ക്രിസ്മസും ഒക്കെ വളരെ സന്തോഷപൂർവ്വമാണ് ആചരിക്കുന്നത്. SNDP യോഗം 2ാം നമ്പർ ശാഖ കാവാലം ചെറുകര ജ്ഞാനേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ലക്ഷദീപം തെളിയിച്ചു. ശിവരാത്രി ദിനത്തിൽ വെളുപ്പിന് 4:15 പള്ളി ഉണർത്തലോടെയാണ് ക്ഷേത്രത്തിൽ കർമ്മങ്ങൾ ആരംഭിച്ചത്. വിശേഷാൽ അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം ലക്ഷാർച്ചനയ്ക്ക് തുടക്കമായി. വൈകുന്നേരം 6-നായിരുന്നു ലക്ഷദീപം തെളിയിക്കൽ. വ്യത്യസ്ത സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് സോനാമോൾ, ശരണ്യ ചന്ദ്രൻ, കാർത്തിക ബിജു, അശ്വിനി അജിത്, ധനുജ ഷിജു എന്നീ 5 യുവതികൾ ചേർന്നായിരുന്നു ഭദ്രദീപ പ്രകാശനം. തുടർന്ന് വിശേഷാൽ ദീപാരാധന, ലക്ഷാർച്ചന സമാപനം, ക്ഷേത്രനടയിൽ പഞ്ചാക്ഷര പൂജ എന്നിവ നടത്തി. രാത്രി 12-നായിരുന്നു മഹാശിവരാത്രി പൂജ. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഡോക്ടർ ദിലീപൻ നാരായണൻ നമ്പൂതിരിയുടെയും മേൽശാന്തി മിഥുൻ ശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ഇനി ഇന്നത്തെ പ്രധാന അറിയിപ്പുകൾ. സമഗ്ര ശിക്ഷ കേരളം BRC മങ്കൊമ്പ് ഓട്ടിസം സെന്ററിലേക്ക് പഠനബോധന ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അംഗീകൃത ഏജൻസികൾ, സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവരിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു. ലഭ്യമാക്കേണ്ട ഉപകരണങ്ങളുടെ ലിസ്റ്റ് മങ്കൊമ്പ് BRCയിൽ നിന്ന് നേരിട്ടോ മെയിൽ മുഖാന്തരമോ ലഭിക്കും. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി മാർച്ച് 21 വൈകുന്നേരം 5-ന്. ബന്ധപ്പെടേണ്ട നമ്പർ 8075200548. ആലപ്പുഴ ഗവൺമെൻറ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഇന്ത്യൻ മിലിറ്ററി സർവീസിൽ നിന്നും ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർ റാങ്കിൽ വിരമിച്ച നല്ല ശാരീരിക ക്ഷമത ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 30-നും 50-നും മധ്യേ. ഇവരുടെ അഭാവത്തിൽ 55 വയസ്സുള്ളവരെയും പരിഗണിക്കും. അപേക്ഷകർക്ക് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ളവർ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം മാർച്ച് 20 വൈകുന്നേരം 5-ന് മുമ്പായി മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റി ഓഫീസിൽ അപേക്ഷ നൽകുക. എഴുത്തു പരീക്ഷയുടെയും കൂടിക്കാഴ്ചയുടെയും അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് മാർച്ച് 8 മുതൽ ഏപ്രിൽ 8 വരെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സിലേക്ക് എല്ലാ വനിതകൾക്കും ഫീസ് ഇളവോടെ അഡ്മിഷൻ എടുക്കാം. അഡ്മിഷനായി അടുത്തുള്ള പഠന കേന്ദ്രത്തിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാം. ഫോൺ നമ്പർ 9072592412 9072592416. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6050 രൂപ, പവന് 48,400 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.